ഹലോ, വിഷൻ വ്യൂസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഇത് ചിൽഡ്രൻസ് ഡേൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കാസർഗോഡുള്ള സിഗ്നേച്ചർ ഹോണ്ട ഷോറൂമിൽ സന്തോഷ് നഗറിലുള്ള ഒരു ചിൽഡ്രൻസ് ഡേ സെലിബ്രേഷൻ വെച്ചിരുന്നു. സോ അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. സോ ഇത് അവരെല്ലാ വർഷവും വെക്കുന്നതാണ്. പക്ഷേ ഇപ്രാവശ്യം എന്നെയായിരുന്നു ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഒന്നുമില്ല, ജസ്റ്റ് ജഡ്ജിങ് ചെയ്യാനും ഒന്ന് ഗസ്റ്റായിട്ട് ഒന്ന് വിളിച്ചതാണ്. സോ ഇവിടുത്തെ HR എൻ്റെ ഫ്രണ്ടാണ്, ആ ഒരു കെയർ ഓഫിലാണ് ഇവർ വിളിച്ചത്. ഫസ്റ്റ് ടൈമാണ് ഞാൻ പോകുന്നത് സിഗ്നേച്ചർ ഹോണ്ട ഷോറൂമിൽ ഇങ്ങനത്തെ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട്. അങ്ങനെ ചിൽഡ്രൻസ് ഡേ പ്രോഗ്രാമല്ല, അങ്ങനെ ചിൽഡ്രൻസിന് പലതരം പ്രോഗ്രാംസ് അവർ കണ്ടക്ട് ചെയ്തിരുന്നു. ഫസ്റ്റ് ഡ്രോയിങ് കോമ്പറ്റീഷൻ ആയിരുന്നു, പിന്നെ ബാക്കിയെല്ലാം ഓരോന്നായിട്ട് നടക്കുന്നുണ്ട്. സോ ഡ്രോയിങ് കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് കുട്ടികളെ കഴിവുകളും പുറത്ത് കാണിച്ചുകൊണ്ടുണ്ട്. സോ ആ ഡ്രോയിങ് കോമ്പറ്റീഷൻ കഴിഞ്ഞതിന് ശേഷം കുട്ടികളുടെ പാരൻസും അവർ കൂടെ വന്നിരുന്നില്ല, അവർക്കും കുറച്ച് ഗെയിംസൊക്കെ പ്രൊവൈഡ് ചെയ്തിരുന്നു. അങ്ങനെ ഒരു ഗെയിംസ് ഇങ്ങനെ നടന്നുകൊണ്ടുണ്ട്. ബോൾ പാസിങ് ഗെയിമാണ്. ലാസ്റ്റ് ആ ബ്ലൂ ചുരിദാറിട്ടവരാണ് വിന്നറാകുന്നത്. ഓക്കെ, അങ്ങനെ എല്ലാ ഡ്രോയിങ് കോമ്പറ്റീഷൻ്റെ ജഡ്ജിങ് ക്രൈറ്റീരിയ ആണ് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ജഡ്ജിങ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്, തേർഡ് പ്രൈസ് എന്നീ ക്രൈറ്റീരിയ ആണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്ക് വെറുതെ വേറെ അടുത്ത ഗെയിംസ് എല്ലാം കൊടുത്തു. കുളങ്കരയാണ് അവർ കളിക്കുന്നത്. അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ചിൽഡ്രൻസ് ഡേൻ്റെ ഭാഗമായിട്ട് അവർ കേക്കും കട്ട് ചെയ്തു. ആക്ച്വലി ചിൽഡ്രൻസ് ഡേ നവംബർ 16 വെള്ളിയാഴ്ച ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇവർ ഞായറാഴ്ചയായിരുന്നു, അത് 18 തീയതിയാണ് സെലിബ്രേറ്റ് ചെയ്തത്. അങ്ങനെ അവർ എന്നെ കൊണ്ട് വിന്നറിനെയൊക്കെ അനൗൺസ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അനൗൺസ് ചെയ്യുന്നുണ്ട് വിന്നേഴ്സിനെ. സോ ഒരു കോമ്പറ്റീഷൻ ആകുമ്പോൾ ചെയ്യുന്നത് സ്വാഭാവികമാണ്. 2-3 പേര് ജയിക്കും, കുറച്ച് പേര് തോക്കും, എന്നാലേ കോമ്പറ്റീഷൻ സക്സസ്ഫുൾ ആയിട്ട് നടക്കും. സോ ഞാൻ അനൗൺസ് ചെയ്യുന്നത് സമയം ദീർഘിപ്പിക്കുന്നില്ല. തേർഡ് പ്രൈസ് ബാക്ക് ബൈ കോഡ് നമ്പർ 3. But first prize winner, code number 2. Congratulations to all of you. അങ്ങനെ ജഡ്ജിങ്ങും പ്രൈസ് ഡിസ്ട്രിബ്യൂഷനും കഴിഞ്ഞതിന് ശേഷം ഒരു അഭിപ്രായം പ്രോഗ്രാമിനെ കുറിച്ചിട്ടുള്ള അവർ ചോദിച്ചിരുന്നു. അങ്ങനെ അവർ മൊമെൻറ്റോ എല്ലാം തന്നിട്ടാണ് തന്നെ വിട്ടിട്ടുണ്ടായിരുന്നത്. സോ അത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ്